നമ്മളിപ്പോൾ നിൽക്കുന്ന നിലമ്പൂർ നഗരസഭയുടെ 1-ാം ഡിവിഷനായ ആശുപത്രിക്കുന്നിലാണ്. ആശുപത്രിക്കുന്നിൽ മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി അരുമ ജയകൃഷ്ണനൊപ്പമാണ്. ഈ വാർഡിലെ എന്തൊക്കെയാണ് ഇനി അരുമ ജയിച്ചുവെന്നാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഈ വാർഡിൽ എന്തൊക്കെ പോരായ്മകളുണ്ട്, ഈ കാര്യങ്ങളും വോട്ടർമാരെ നേരിൽ കണ്ടപ്പോൾ അവരെ സ്ഥാനാർത്ഥിയുമായി പങ്കിട്ട വിഷയങ്ങളൊക്കെ നമ്മളോട് നേരിട്ട് സ്ഥാനാർത്ഥി സംസാരിക്കും. അരുമ ജയകൃഷ്ണൻ, ഞാൻ LDF വികസന മുന്നണി സ്ഥാനാർത്ഥിയായി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 1-ാം ഡിവിഷനിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഇലക്ഷനെ നിൽക്കുന്നുണ്ട്. ആശുപത്രിക്കുന്ന് വാർഡിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ ഏകദേശം എല്ലാ വീടുകളിലും 3 പ്രാവശ്യം കയറിയിറങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരുപാട് പോരായ്മകൾ നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ആളുകൾ നമ്മളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മളെ ഡ്രെയിനേജ്, റോഡ്, പിന്നെ നമ്മളെ ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ പാർക്കിങ്, ഇതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. പിന്നെ ലൈറ്റില്ല, പിന്നെ നമ്മളെ വന്യമൃഗ ശല്യം. അപ്പോൾ ആന ഏതു നേരം കടന്നു വരുന്ന ഒരു വാർഡാണ്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ആന വന്നിട്ടുള്ളൊരു വാർഡാണ്. പിന്നെ യുവജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരു കളിക്കാനൊരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബുകളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ. പിന്നെ ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം കൂടി നമ്മളെ ഭാഗത്തുനിന്ന് സ്ത്രീകളും കുട്ടികളും യുവാക്കളും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാർഡിനെ സംബന്ധിച്ച് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതിൽ തന്നെ നമ്മളെ ജില്ലാ ഹോസ്പിറ്റൽ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ജില്ലാ ഹോസ്പിറ്റലിൻ്റെ ഒരു സൗകര്യങ്ങളും ജില്ലാ ഹോസ്പിറ്റലാക്കി UDF ഗവൺമെൻറ് എന്നല്ലാതെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങൾ LDF സർക്കാർ വന്നതിന് ശേഷം ഈ 4 വർഷത്തോളം ഏകദേശം ആയിക്കൊണ്ടിരിക്കുമ്പോഴും ജില്ലാ പഞ്ചായത്തിൻ്റെ കയ്യിലാണ് ഈ ഹോസ്പിറ്റൽ എന്നുള്ളത് കൊണ്ട് ഒരു പരിമിതി നമുക്കുണ്ട്. എന്നാലും MLA ഫണ്ടിൽ നിന്ന് ഒരുപാട് ഫണ്ടുകൾ കൊടുക്കുകയും ഗവൺമെൻറ്റിന് നല്ലൊരു ഇടപെടലുണ്ടായതിൻ്റെ ഒരുപാട് വികസനങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇവിടെ ഒരു പെട്ടെന്നൊരു എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് റോഡ് അപര്യാപ്തമാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ താഴേക്കുള്ള ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം എല്ലാവരും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് അടുത്ത് തന്നെ, ഞാൻ കയറിയ ഉടൻ തന്നെ ആ റോഡിൻ്റെ പരിഹാരം കാണും. പിന്നുള്ളത് നമ്മളെ പാർക്കിങ്ങാണ്. പാർക്കിംഗ് പറഞ്ഞാൽ ആളുകൾക്ക് പോകാൻ പറ്റാത്ത, നടക്കാനും കൂടി പറ്റാത്ത രീതിയിൽ വീടിൻ്റെ മുന്നിൽ വരെ പാർക്കിംഗ് ഒരു അവസ്ഥയാണ്. ആ പാർക്കിംഗ് എന്തായാലും നമ്മൾ അവിടുന്ന് ഒഴിവാക്കും. ആളുകൾക്ക് എപ്പോഴും പറയുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഡ്രൈനേജുകൾ ഒന്നും ശാസ്ത്രീയമായിട്ടില്ല. കുറേ കൊല്ലങ്ങളായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടെയും ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയാണ്. ഡ്രൈനേജ് ശരിയല്ലാത്തൊരു രീതി ഇവിടെ ഉണ്ട്. ആ സൈഡ് പുഴയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് വെല്ലുവിളികളാണ് ഈ വാർഡിനെ സംബന്ധിച്ചുള്ളത്. ഈ ജനങ്ങളോടൊപ്പം ഇതിൻ്റെയൊക്കെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടാവുമെന്ന് പറയുകയാണ്. വിജയം സുനിശ്ചിതമാണ്. LDF പിടിക്കും, മുനിസിപ്പാലിറ്റിയും LDF ഭരിക്കും. അരുമ ജയകൃഷ്ണൻ ജനങ്ങളോട് സംസാരിച്ച് അല്ലെങ്കിൽ അവരെ വികസന മുന്നണി അവരുടെ ആശയങ്ങൾ ജനങ്ങളോട് പങ്കിട്ടപ്പോൾ എന്തായാലും ആശുപത്രിക്കുന്ന് വാർഡ് തിരിച്ചു പിടിക്കും. ഈ പ്രാവശ്യം ആശുപത്രിക്കുന്ന് വാർഡിൽ ഇടതുപക്ഷമായിരിക്കും ജയിക്കുക എന്നാണ് അരുമ ജയകൃഷ്ണൻ നമ്മളോട് ഉറപ്പിച്ച് പറയുന്നത്. അതിന് അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ആശുപത്രിക്ക് മുമ്പിലെ പാർക്കിംഗ് സൗകര്യം, അതുപോലെ പ്രളയ ഭീതിയുള്ള സ്ഥലങ്ങളിലെ ഡ്രെയിനേജ് പ്രശ്നം, അതേപോലെ വികസനങ്ങൾ ഇനിയും എത്തേണ്ടതുണ്ട്. കളിക്കാൻ യുവജനങ്ങൾക്കൊരു ഗ്രൗണ്ടില്ലാത്ത വലിയൊരു പ്രശ്നമുണ്ടെന്ന് അവർ പറയുന്നു. അതുപോലെ ഇവിടുത്തെ തൊഴിൽ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കാനുണ്ട്. അത്തരം കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷം നഗരസഭയിലും അതുപോലെ തന്നെ ഈ വാർഡിലും വിജയിക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ യഥാർത്ഥ വികസനം നിലമ്പൂരിലേക്ക് എത്തുകയുള്ളൂ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാത്രമാണ് ജില്ലാ ആശുപത്രി എന്നുള്ളത്. അത് താലൂക്ക് ആശുപത്രിയുടെ പരിമിതികൾ മാത്രമാണുള്ളത്. MLA ഫണ്ട് ഉപയോഗിച്ച് ഇടതുമുന്നണി MLA PB അൻവർ കുറേ കാര്യങ്ങൾ ചെയ്താൽ പോലും അത് യഥാർത്ഥ ജില്ലാ ആശുപത്രിയുടെ പക്കലേക്ക് എത്തിയിട്ടില്ല. അത് ആക്കുന്നതിനും അരുമയ്ക്ക് ഇവിടെ ജയിക്കേണ്ടതുണ്ടെന്നാണ് അവർ പറയുന്നത്. ആശുപത്രിക്കുന്നിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇടതുപക്ഷം ഈ ആശുപത്രിക്കുന്നിൽ ജയിക്കണം. അതേപോലെ ഒപ്പം നഗരസഭയിൽ ഭരണത്തിൽ വരണം. എന്തായാലും ആശുപത്രിക്കുന്ന് വാർഡ് ഈ കുറി LDF തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. വലിയ പ്രതീക്ഷയിലാണ് അരുമയും കൂടെയുള്ളവരും. എന്തായാലും ഇതിൻ്റെ ബലമറിയണമെങ്കിൽ നമ്മൾ ഡിസംബർ 16 വരെ കാത്തിരിക്കേണ്ടി വരും. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നഗരസഭയുടെ 1-ാം വാർഡ് ആശുപത്രിക്കുന്നിൽ നടക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ UDF ഭരണം നഗരസഭയിലും അതേപോലെ തന്നെ ആശുപത്രിക്കുന്നിലും ഏറെ വികസനം എത്തിച്ചു എന്നാണ് UDFൻ്റെ സ്ഥാനാർത്ഥി സതി ടീച്ചർ പറയുന്നത്. ഈ വാർഡിൻ്റെ തുടർ വികസനവും മറ്റു കാര്യങ്ങളും ഇവിടുത്തെ UDFൻ്റെ പ്രതീക്ഷകളുമെല്ലാം മലാല ചാനലുമായി നമ്മുടെ ബഹുമാന സ്ഥാനാർത്ഥി സതി ടീച്ചർ പങ്കുവയ്ക്കുകയാണ്. അവരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ സതി ടീച്ചർ 1-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇവിടെ സമഗ്രമായൊരു വികസനം മുന്നേറ്റം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോട് ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളൊരു വാർഡാണ് 1-ാം വാർഡ് എന്ന് മനസ്സിലാക്കുന്നു.
അതായത് ജനങ്ങൾക്ക് തന്നെ ബോധ്യമാണ് ഏറ്റവും കൂടുതൽ വികസനം നടന്നൊരു വാർഡാണ് 1-ാം വാർഡ് എന്നുള്ളത്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സമഗ്രമായ ഒരു വികസനം ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ഉദ്ദേശം. ജനങ്ങൾ വളരെ സ്വീകാര്യതയോടെ സ്വീകരിക്കുന്നുണ്ട്, വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഒരിക്കലും സാധ്യമാകില്ല എന്ന് കുറേ വർഷങ്ങളായിട്ട് പല മെമ്പർമാരും ശ്രമിച്ചിട്ടും അതുപോലെ ഇനിയും ഇത് ഇപ്പോഴൊന്നും നടക്കില്ല എന്ന് പല ജനങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടും നടന്നൊരു എന്താ പറയുക നല്ലൊരു ഉദ്ദേശമായിരുന്നു ഫോറസ്റ്റ് റോഡ്. അത് ടാർ ചെയ്യുക, അതങ്ങോട്ട് സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു വിജയമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇനി ആ വിജയത്തിലേക്ക്, അതായത് നമ്മുടെ പല വികസനങ്ങളും ഇനിയും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പല സംരംഭങ്ങളും പുതുതായിട്ട് തുടങ്ങാനും അതുപോലെ തന്നെ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പല രോഗികൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാനും ബാക്കി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഗിരീഷ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് അതും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശം. വിജയം ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ടീച്ചർ പറയുന്നത് ഇവിടെ UDFന്റെ വിജയം സുരക്ഷിതമാണ്. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാവും. UDFന്റെ നീണ്ട സുരക്ഷിതമാണെന്നാണ് പറയുന്നത്. വിജയിച്ചു വന്നു കഴിഞ്ഞാൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടക്കണമെന്നുള്ള രൂപരേഖയും സതി ടീച്ചർ ഹാജരാക്കുന്നുണ്ട്. എന്തായാലും സതി ടീച്ചറിനൊപ്പമുള്ള UDF പ്രവർത്തകരും ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ വിജയിക്കും എന്ന ഉറപ്പിൽ തന്നെയാണ്. വളരെ ആവേശപൂർവ്വമാണ് UDF പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ നഗരസഭയുടെ 1-ാം ഡിവിഷനായ ആശുപത്രിക്കുന്നിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വാഗ്ദാനം നൽകിയ ഇടത് വലത് മുന്നണികൾ അത് പാലിച്ചില്ല എന്നാണ് NDA സ്ഥാനാർത്ഥി സുജാത സേതുനാഥിന് പറയാനുള്ളത്. ഈ ആശുപത്രിക്കുന്നിന്റെ സമഗ്ര വികസനത്തിന് NDAയുടെ വിജയം അനിവാര്യമാണെന്നും അവർ പറയുന്നു. എന്തൊക്കെയാണ് അവർക്ക് ഈ വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത്, എന്തൊക്കെ വികസനമാണ് അവരുടെ മനസ്സിലുള്ളത് നമുക്ക് സ്ഥാനാർത്ഥിനോട് തന്നെ ചോദിച്ചത്. നമസ്കാരം, ഞാൻ സുജാത സേതുനാഥ്. ഞാൻ ഈ 1-ാം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നതിലുപരി 1-ാം വാർഡിലെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരാളാണ് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അവരുടെയൊക്കെ ഒരു സ്വന്തമായിട്ടുള്ള ഒരാളാണ്. പാർട്ടി തലത്തിലല്ല, ഞാൻ അവരുടെ ഒരു സ്വന്തം ആളെന്ന നിലയിൽ മത്സരിച്ച് ഈ വാർഡിനുള്ള എല്ലാ കാര്യങ്ങളും, കഴിഞ്ഞ പ്രാവശ്യമുള്ള കുറവുകളും മുഴുവൻ നികത്തി അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിഞ്ഞ് അവരോട് കൂടെ നിന്നിട്ട് വർക്ക് ചെയ്യും. എന്ത് കാര്യത്തിനും ഓടിച്ചെല്ലാൻ അവർക്ക് എന്നെ ഒരു വിളി വിളിച്ചാൽ മതി, ഞാനെത്തും. അങ്ങനെ ഒരു പൂർണ്ണ വിശ്വാസം, അതൊരു വാഗ്ദാനമല്ല, അത് പാലിക്കാൻ എന്നെക്കൊണ്ട് കഴിയും. ഇതുവരെ എല്ലാ കാര്യത്തിനും ഞാനത് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. കുറച്ച് കാലങ്ങളായിട്ട് നമ്മളുടെ റോഡിൻ്റെ അവസ്ഥ അവർ പണി ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് എങ്ങനെയാണ് ചെയ്തതെന്ന്. റോഡ് പലതും കുണ്ടും കുഴിയായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ആ റോഡ് ഇപ്പോഴും വീതിയില്ല. അവിടെ ഇതേപോലെ സ്ലാബ് വെച്ചിട്ട് ആ വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യം വെച്ചിട്ട് ആ റോഡൊന്ന് വികസിപ്പിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് താഴേക്കുള്ള റോഡ്, ആംബുലൻസും കാര്യങ്ങളും വണ്ടികളും ഒക്കെ പോകാനുള്ളതാണ്. അത് 2 ഭാഗത്തും വണ്ടികൾ വെച്ചിട്ട് അതിനുള്ള ഒരു സൗകര്യം എപ്പോഴും അതിൻ്റെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു അത്യാവശ്യ ഘടകമാണ്. എന്നാൽ ഹോസ്പിറ്റലിലെ രോഗികളെയും കൊണ്ട് എന്താവശ്യത്തിനും പോകേണ്ട ഒരു സമയമാണ്. പിന്നെ നമുക്കൊരു നെഞ്ചുവേദന വന്നാലും എന്ത് കാര്യത്തിനും നമ്മൾ നേരെ മൗലാനയ്ക്കോ മഞ്ചേരിക്കോ എത്തേണ്ട ഗതികേടാണ് ഇവിടെ നിലമ്പൂർ നിവാസികൾക്ക് ഇപ്പോൾ ഉള്ളത്. അതിന് നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ BJP ഭരണം വന്നാൽ നമുക്ക് അതിനുതകുന്ന ഒരു ഹോസ്പിറ്റൽ സൗകര്യം നമുക്ക് ഏർപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ അംഗനവാടി, ഇവിടെയുള്ള 1-ാം വാർഡിലെ അംഗനവാടിയുണ്ട്. ആ അംഗനവാടിയിൽ ഒരു തരത്തിലും കുട്ടികൾക്ക് പോകാനുള്ളൊരു സൗകര്യം, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വഴി സൗകര്യമില്ല. മഴ പെയ്താൽ അതിൽ പോകാനേ വയ്യ, നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അവിടെ നമുക്ക് പ്രായമുള്ളവർക്ക് അവർ ഷുഗർ ലെവലും പ്രഷർ ലെവലും നോക്കുന്ന സജ്ജീകരണം ഉണ്ട്. പക്ഷേ അവർക്കും പോകാനുള്ള സംവിധാനമില്ല. ആ റോഡൊന്ന് വികസിപ്പിച്ച് നല്ല രീതിയിലാക്കിയെടുക്കണം. അതിന് 2 ഭാഗത്തും കാടാണ്, പാമ്പുകളും ഒക്കെ ഉള്ളതുകൊണ്ട് പേടി തന്നെയാണ് വലിയവർക്ക് അടക്കം പോകും. അപ്പോൾ അതിൽ നമുക്ക് കുട്ടികളെ സുരക്ഷിതമായിട്ട് വിടാൻ പറ്റില്ല. അതിനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. അതും കൂടിയാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ 1-ാമത്തെ കാര്യം, കുറേ ഭാഗങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കുറവ് നന്നായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവർ നമ്മളോട് ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവർ കുറേ പരാതികൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ, എന്നാൽ രാവിലെ നടക്കാൻ പോകുന്നവരാണ് അധിക പേരും. അപ്പോൾ ആ രാവിലെ നടക്കാൻ പോകുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് പൊതുവെ നല്ലോണം അനുഭവപ്പെടുന്നുണ്ട്. അതിനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കും. ആശുപത്രിക്കുന്നിൽ മത്സരിക്കുന്ന സുജാത തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ നാടിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്.
പ്രധാനമായിട്ടും നമ്മുടെ ആശുപത്രിയിലേക്കുള്ള റോഡിൻ്റെ അസൗകര്യം, അതുപോലെ ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ആംബുലൻസിന് പോകാനുള്ള റോഡിൻ്റെ വീതിക്കുറവ്, ആ രണ്ട് സൈഡിലും വാഹനങ്ങൾ ഇടുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളും, അതേപോലെ അംഗനവാടിയിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, റോഡില്ലാത്ത പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സുജാതയുടെ മനസ്സിലുണ്ട്. അതിന് പരിഹാരം തേടിയാണ് അവർ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. റോഡുകൾ പലതും വന്നിട്ടുണ്ടെങ്കിലും റോഡുകൾ ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത വിധം കുണ്ടും കുഴിയുമായി നിറഞ്ഞുകിടക്കുന്നു എന്നുകൂടിയാണ് അവർ പറയുന്നത്. എന്തായാലും BJPയുടെ വികസന പ്രവർത്തനങ്ങൾ, രാജ്യത്ത് നടക്കുന്ന BJPയുടെ വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ നഗരസഭയിലേക്ക് എത്തിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ആശുപത്രിക്കുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ തനിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചാൽ ഈ വാർഡിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിന് തുടക്കം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് താൻ മത്സരിക്കുന്നതെന്നും മത്സരിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള വികസന പ്രവർത്തനങ്ങളുടെ വ്യക്തമായ രൂപരേഖയുമായാണ് സുജാത വോട്ടർമാരെ നേരിൽ കാണുന്നത്.